ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്താണ് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മളുടെ ചാനൽ 100K സബ്സ്ക്രൈബേഴ്സൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കാം കേട്ടോ. അപ്പോൾ തന്നെ നമ്മളെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. ആ വീഡിയോ അധികം അങ്ങനെ ആരും കണ്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ താങ്ക്സ് പറയുന്നത്. എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നാളുകൾക്ക് ശേഷം, കുറച്ച് വീഡിയോകൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു ഹെയർ പാക്കും കൊണ്ടാട്ടോ വന്നേക്കണം. അപ്പോൾ ഇന്നത്തെ ഹെയർ പാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി സൂപ്പർ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള, പ്രോട്ടീൻ മാത്രമല്ല എല്ലാ ന്യൂട്രിയൻസും ഒന്നിച്ചുള്ള ഒരു ഹെയർ പാക്കാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന പാക്കും അതിൻ്റെ ആ ഒരു മെത്തേഡും എസ്പെഷ്യലി നമ്മൾ എന്താ പറയുക, താരൻ മാറാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ട്രിക്കാണിത്. പ്ലസ് നമ്മുടെ മുടിയുടെ തിളക്കം കൂട്ടാനും മുടി കൊഴിച്ചിൽ മാറ്റാനും വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ പാക്കാണ് നമ്മളിന്ന് ചെയ്യാൻ പോണത്. അപ്പോൾ എന്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഹെയർ പാക്ക് ഉണ്ടാക്കാൻ പോകുന്നത്? അത് വേറൊന്നുമല്ല, നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഇപ്പോൾ ഈ സമയത്ത് എന്തായാലും എല്ലാവരുടെയും വീട്ടിലുണ്ടാവും ആ ഒരു സംഗതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ചെറുപയറാണ്. നമ്മുടെ ചെറുപയർ വെച്ചിട്ടുള്ള ഒരു ഹെയർ പാക്കാട്ടോ നമ്മളിന്ന് ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ തൊട്ട് തന്നെ ചെറുപയർ പൊടി തലയിൽ യൂസ് ചെയ്യുന്ന, മുടി ഷാമ്പൂവിന് പകരം യൂസ് ചെയ്യുന്നതും മുടി വളരാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതൊക്കെ നമുക്കറിയാമല്ലോ അല്ലേ. ഓക്കെ, അപ്പോൾ അതിനകത്ത് അത്രയും ന്യൂട്രിയൻസ്, അത്രയും പ്രോട്ടീൻ ഉണ്ട്, അത്രയും വിറ്റമിൻ സി ഉണ്ട്, സിങ്ക് ഉണ്ട്, മാഗ്നീഷ്യം ഉണ്ട്, പൊട്ടാഷ്യം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്. നമുക്ക് എന്തൊക്കെ നമ്മളുടെ മുടി വളരാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ ഓവറോൾ ഹെൽത്തിന് എന്തൊക്കെ ന്യൂട്രിയൻസ് ആണ് ആവശ്യമായിട്ടുള്ളത്, അത്രയും എല്ലാം ആവശ്യത്തിൽ കൂടുതലുള്ള ഒരു സംഗതിയാണ് കേട്ടോ നമ്മുടെ ഈ ചെറുപയറെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെറുപയറെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, അപ്പോൾ നമ്മളത് ഉള്ളിൽ കഴിക്കുന്നതും മുടിയിൽ അപ്ലൈ ചെയ്യുന്നതും മുടിയിലും സ്കിന്നിലും അപ്ലൈ ചെയ്യുന്നത് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സംഗതിയായിട്ട് ഞാൻ നമ്മുടെ പഴയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ചെറുപയർ പൊടി വീട്ടിലുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ചെന്ന് കണ്ടു നോക്കട്ടോ. നമ്മുടെ വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ പാക്ക് ഉണ്ടാക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഡൗട്ട് ഉണ്ടാവുമല്ലോ, ഇങ്ങനെ ഇതിന് പകരം മറ്റേത് യൂസ് ചെയ്യാമോ, അല്ലെങ്കിൽ ആ രീതിയിൽ യൂസ് ചെയ്യാമോ, ഇത്ര അളവ് തന്നെ വേണമെന്നുണ്ടോ, ഇങ്ങനെയൊക്കെ ഡൗട്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു ഡൗട്ട്സ് എല്ലാം നമുക്ക് ഈ പാക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ക്ലിയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് പാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി പയറെടുക്കുന്ന പാത്രത്തിൻ്റെ ഒരു അളവൊന്ന് നോക്കി വെച്ചേക്കണം. അപ്പോൾ ഞാൻ ഈ പാത്രത്തിലാണ് ഇപ്പോൾ പയറെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഞാൻ ഫുള്ള് പയറെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി ഇതൊന്ന് വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ വാഷ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് കല്ല്, എന്തെങ്കിലും ചെളിയുടെ കട്ട, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാണികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കഴുകിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ കഴുകിയില്ലെങ്കിൽ കുഴപ്പമില്ല, എന്നാലും നന്നായിട്ട് കഴുകുന്നത് നല്ലതായിരിക്കും. അപ്പോൾ കഴുകിയിട്ട് നമുക്ക് ഇനിയിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ പയർ അളന്ന ഒരു പാത്രമില്ലേ, ആ പാത്രത്തിൽ നമ്മൾ എന്തോരം പയറെടുത്തോ അത്രയും തന്നെ വെള്ളം എടുക്കുക, അത് പയറിലേക്ക് ഒഴിക്കുക, എന്നിട്ട് അതവിടെ വെച്ചേക്കുക. ഇതിങ്ങനെ ഒരു രാത്രി ഫുള്ള് വെച്ച് കഴിയുമ്പോൾ പിറ്റേ ദിവസം നമ്മൾ എടുക്കുമ്പോൾ ചെറുതായിട്ട് അതിന് മുള വന്നിട്ടുണ്ടാവും. പ്ലസ് ഈ പയർ നന്നായിട്ട് വലുതായിട്ടുണ്ടാവും. അടിയിൽ നമ്മൾ ഒഴിച്ച വെള്ളമൊന്നും ഉണ്ടാവില്ല, നന്നായിട്ട് അത് വലിഞ്ഞിട്ടുണ്ടാവും. ഇത് നമുക്കിനി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. നമ്മുടെ കുക്കറിലിട്ടിട്ട് ഒരു 3-4 വിസിൽ ആകുമ്പോഴേക്കും അത് നന്നായിട്ട് കുക്കായി കിട്ടും. നമ്മുടെ പയറൊക്കെ വേവിക്കാൻ വെക്കില്ല, അതേപോലെ തന്നെ വേവിക്കാൻ വെച്ചാൽ മതി. ഉപ്പിടരുത്. ഓക്കെ, എന്നിട്ടത് വെന്ത് കഴിയുമ്പോഴേക്കും നമ്മൾ മിക്സിയുടെ ജാർ എടുക്കുക. മിക്സിയുടെ ജാറിലേക്ക് അത് ഇടുക, പയറിടുക. എന്നിട്ടൊരു മുട്ട ഫുള്ള്, ഇതിപ്പോൾ കോഴിമുട്ടയാണ്, ഞാനിത് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മുട്ടയുടെ വെള്ളം മാത്രം എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇനിയുള്ളത് തൈരാണ്. 2 ടേബിൾ സ്പൂൺ തൈര് ഞാൻ പയറിലേക്കും ആ മുട്ടയിലേക്കും 2 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളിതൊന്ന് നന്നായിട്ട് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കണം. ബ്ലെൻഡ് ചെയ്തെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ചേർത്തെടുത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാക്ക് റെഡിയായി. അങ്ങനെ നമ്മൾ പാക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയും നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ കുറച്ച് ഡൗട്ട്സിനെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ കുറച്ച് ക്ലാരിഫിക്കേഷൻസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആദ്യത്തെ ഡൗട്ട് ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് എന്തായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എന്തിനാണ് ഇങ്ങനെ പയർ കുക്ക് ചെയ്തെടുക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ പുഴുങ്ങി എടുക്കുന്നത് എന്തിനാണ്? നമുക്ക് പൊടി എടുത്താൽ പോരെ, അതിൽ അങ്ങനെ അല്ലേ നമുക്ക് എളുപ്പം എന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ നമ്മൾ പയർ ഇങ്ങനെ കുതിർത്ത് നമ്മളത് കുക്ക് ചെയ്തെടുക്കുമ്പോഴേക്കും ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കത് നന്നായിട്ട് അത് വാഷ് ചെയ്ത് കളയാൻ പറ്റും. പൊടി എന്ന് പറയുമ്പോഴേക്കും നമ്മളുടെ തലേന്ന് പോകാൻ വേണ്ടി കുറച്ച് പാടാണ്. പക്ഷേ ഇതൊരു പേസ്റ്റി കൺസിസ്റ്റൻസി ആയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളയാൻ പറ്റും. ഇനി രണ്ടാമത്തെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിങ്ങനെ കുതിർത്ത് കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് അതിനകത്തുള്ള ന്യൂട്രിയൻസിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കുക്ക് ചെയ്ത് എടുക്കുന്ന ആ ഒരു രീതിയിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ എടുക്കാൻ വേണ്ടി പറയുന്നത്. ഇപ്പോൾ ഞാൻ പറയുന്നതല്ലത്, ഒരുപാട് ആയുർവേദിക് ആർട്ടിക്കിൾസിലും ഒരുപാട് ആയുർവേദ ഡോക്ടേഴ്സൊക്കെ പറയുന്ന ഒരു രീതിയാണ്. നമ്മൾ പയർ പുഴുങ്ങിയത് മുട്ടയുടെ വെള്ളയും കൂടി നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസ്, നമുക്ക് ഓപ്ഷണലായിട്ടുള്ള ഇൻഗ്രീഡിയൻസും കൂടി നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താരൻ മാറും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇനി കുക്ക് ചെയ്തെടുക്കാൻ സമയമില്ല, അത് ഇഷ്ടമില്ല, അല്ലെങ്കിൽ പൊടിയാണ് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ പയർ പൊടിയിൽ ഈ പറഞ്ഞ രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഇനി
മൂന്നാമത്തെ ഡൗട്ട് എന്തായിരിക്കും, കുട്ടികൾക്ക് ഇത് യൂസ് ചെയ്യാമോ? ഇത് ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. കുട്ടികൾക്ക് യൂസ് ചെയ്യുമ്പോഴേക്കും കുറച്ചും കൂടെ ഇപ്പോൾ തിക്കാണെങ്കിൽ കുറച്ചും കൂടെ ലൂസായിട്ട് എടുത്ത് യൂസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പയർ ചെറുതായിട്ട് ഒരു തണുപ്പ് തരുന്നൊരു സംഗതിയാണ്. അപ്പോൾ പിള്ളേർക്ക് നമ്മൾ ഭയങ്കര കട്ടിയായിട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വല്ല തുമ്പലും ജലദോഷമൊക്കെ വന്ന് എന്ത് ചെയ്യും. അതുകൊണ്ട് ലൈറ്റായിട്ട് കുറച്ച് ലൂസാക്കിയിട്ട് കുട്ടികൾക്ക് യൂസ് ചെയ്യാം. ഇനി മൂന്നാമത്തെ ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡൗട്ടല്ല, അത് ഞാനിങ്ങനെ പറയുവാണ്. നമ്മളെപ്പോഴും ഈ പയർ പൊടിയുടെ അല്ലെങ്കിൽ നമ്മൾ കടലപ്പൊടിയുടെ ഹെയർ പാക്കൊക്കെ ഇടുന്ന സമയത്ത് കുറച്ച് എണ്ണയൊന്ന് തലയിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഇടുന്ന സമയത്ത് എന്തായാലും നമ്മളുടെ തലയിൽ നിന്നുള്ള അഴുക്കും അതിനൊപ്പം തന്നെ എണ്ണയും ഇത് വലിച്ചെടുക്കും. നന്നായിട്ട് നമുക്ക് റിമൂവ് ചെയ്ത് കളയാൻ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എണ്ണ ഇടാതെയാണ് നമ്മൾ ഈ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടി ഓവർ ഡ്രൈ ആയി പോകും ഹെയർ, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് കുറച്ച് ആവശ്യത്തിന് മാത്രം എണ്ണ ഇട്ടിട്ട് ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി അടുത്ത ഒരു ഡൗട്ട് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്, നമ്മൾക്ക് തൈര് യൂസ് ചെയ്യാമോ? തൈര് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുടി നരച്ച് പോകുമോ എന്നൊക്കെ ഉള്ളതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തൈര് യൂസ് ചെയ്യാൻ താല്പര്യമില്ല എന്നാണെങ്കിൽ പാല് യൂസ് ചെയ്യാം. പാലും തൈരും അത് രണ്ടും യൂസ് ചെയ്യാൻ താല്പര്യമില്ല എന്നാണെങ്കിൽ ജസ്റ്റ് പച്ചവെള്ളം ആഡ് ചെയ്താൽ മതി. വേറെ ഒന്നും അങ്ങനെ വേറെ അതിന് പകരം ഒന്നും ചേർക്കണം എന്നില്ല. ഇത് രണ്ടും ഇഷ്ടമില്ലെന്നാണെങ്കിൽ പച്ചവെള്ളം ആഡ് ചെയ്യുക. ഓക്കെ. അപ്പം ഞാൻ ഈ ഹെയർ പാക്ക് ഇടാൻ പോകുന്നത് അമ്മയുടെ മുടിയിലാട്ടോ. എനിക്ക് പാക്ക് ഇടാവുന്ന സമയപ്പോഴേക്കും ഭയങ്കര തലവേദനയായി. അപ്പം ഞാൻ അമ്മേനെ പിടിച്ചിരുത്തി. പിന്നെ അമ്മയുടെ മുടി ഞാൻ കുറച്ച് വെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അറ്റത്ത് വാല് പോലെ വളർന്നിട്ട് കുറച്ചിങ്ങനെ വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോസിലും പറയാറുള്ളത് പോലെ നമ്മുടെ മുടിയിൽ കെട്ടൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മളെപ്പോഴും ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ആവശ്യമുണ്ടെന്നാണെങ്കിൽ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് എണ്ണയും ഇട്ടിട്ടുണ്ടാവണം. മുടി വളരാനും താരം പോകാനൊക്കെയാണ് നമ്മൾ ഈ ഹെയർ പാക്ക് ഇടുന്നതെങ്കിൽ എസ്പെഷ്യലി നമ്മൾ സ്കാൽപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്തിടണം. അതിനുശേഷം ബാക്കിയുള്ളത് വേണം നമ്മൾ നമ്മുടെ മുടിയുടെ അറ്റത്തേക്കും നമ്മുടെ മുടിയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമുക്ക് തികയില്ല എന്ന് അവരെങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് ഡൈലൂട്ട് ആക്കട്ടെ, കുറച്ച് ലൂസാക്കി എടുക്കുക. എന്നിട്ട് മുടിയിൽ ഫുള്ളായിട്ട് ഇടാൻ വേണ്ടി ട്രൈ ചെയ്യണം. ഓക്കെ. ഇതിനി നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 15-20 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് വാഷ് ചെയ്ത് കളയാം. വാഷ് ചെയ്ത് കളയുമ്പോഴേക്കും നമുക്ക് എണ്ണ കൂടുതൽ പോയില്ല എന്ന് തോന്നുന്നുണ്ട്. അതായത് പയറുപൊടി നമ്മൾ ഇടുമ്പോഴേക്കും കുറച്ച് എണ്ണ പോവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇടുന്ന സമയത്തിന് എണ്ണ നമുക്ക് കുറച്ചും കൂടി പോകണം എന്ന് തോന്നിയാൽ മാത്രം ഷാമ്പു ഇട്ടാൽ മതി. അല്ലെങ്കിൽ ഈ പയറിൻ്റെ ആ ഒരു ഇത് കൊണ്ട് തന്നെ നമ്മുടെ ആവശ്യത്തിന് എണ്ണ പോയിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഷാമ്പു യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ എന്താ പറയുക, ഈ മുട്ടയുടെ ആ ഒരു സ്മെല്ലുണ്ടാവുമല്ലോ, അപ്പോൾ അത് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒരു കപ്പ് വെള്ളത്തിൽ 2 ഡ്രോപ്പ് ഷാമ്പു മിക്സ് ചെയ്യണം. എന്നിട്ട് അത് ജസ്റ്റ് നമ്മൾ ഈ ഹെയർ പാക്ക് കഴുകി കഴിയുമ്പോഴേക്കും ജസ്റ്റ് ഒന്ന് നമ്മുടെ ഹെയർ ഷാമ്പൂ ഇട്ടാൽ വെള്ളത്തിലില്ലേ ഒന്ന് ജസ്റ്റ് ഒന്ന് റിൻസ് ചെയ്ത് കളഞ്ഞാൽ മതി. എന്നിട്ട് പതിയെ ഒന്നും കൂടി ഒന്ന് വാഷ് ചെയ്തെടുത്ത് കഴിയുമ്പോഴേക്കും ആ മുട്ടയുടെ സ്മെല്ല് നമ്മുടെ ഹെയറിൽ നിന്ന് പോയിട്ടുണ്ടാവും കേട്ടോ. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ആ ഹെയർ പാക്ക് വാഷ് ചെയ്ത് കളയേണ്ടത്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ ആർക്കെങ്കിലും യൂസ്ഫുൾ ആകും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ബാക്കിയുള്ള വീഡിയോസൊക്കെ ഒന്ന് കയറി നോക്കാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ.